ഇനി നമ്മൾ ഒരിക്കൽ കൂടി കോട്ടൺ ഹിൽ സ്കൂളിലേക്ക് പോകുന്നു. തിരുവനന്തപുരത്തേക്ക് അജീഷ് അവിടെ തുടരുന്നുണ്ട്. അജീഷ്, ഇപ്പോൾ അജീഷ് ഒരു വിദ്യാർത്ഥിക്കൊപ്പമാണ് ഉള്ളത്. എന്താണ് ആ വിദ്യാർത്ഥിക്ക് പറയാനുള്ളത്? അനുജ, എന്തായാലും എൻ്റെ കൂടെ ഒപ്പമുള്ളത് തിരുമല സ്വദേശിയായ നിവേദിയാണ്. ഇപ്പോൾ 10A+ കിട്ടിയല്ലേ? കിട്ടി. അപ്പം അച്ഛൻ ഒരു വർഷം മുമ്പ് 2 വർഷം അല്ലേ? അപ്പൊ അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ് ഈ ഒരു കൊച്ചിലെ, ഇപ്പോഴൊന്നല്ല, കൊച്ചിലെ ഇത് പറഞ്ഞതായിരുന്നു ഇങ്ങനെ. അപ്പോഴേ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു നിമിഷം വരെ ഓർത്തില്ല. പെട്ടെന്നാണ് റിസൾട്ട് കണ്ടതും എനിക്കതൊക്കെ ഓർമ്മ വന്നതും. എൻ്റെ അച്ഛൻ കൊച്ചിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ നീ നല്ല മാർക്ക് വാങ്ങണം, നമുക്കെല്ലാവർക്കും അഭിമാനം വാങ്ങണം. ഒരു കാഷ്വലായിട്ട് ടോക്കിംഗ് ആയിരുന്നു. പക്ഷെ അപ്പം ഞാൻ പറഞ്ഞു വായിച്ചെണിച്ച് എനിക്ക് അതിനൊന്നും വയ്യ, എനിക്ക് എന്തിനു ചുമ്മാ കമ്പയർ ചെയ്യണം, ഇങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം അതാണ് എനിക്കിഷ്ടം, അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ ഇവിടെ അറിഞ്ഞപ്പം എനിക്കതൊക്കെ ഓർമ്മ വന്നു. കുഴപ്പമില്ല, എനിക്കതൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ എല്ലാം കൂടെ ഒന്നും പൊട്ടിയത്. അത്രേ ഉള്ളൂ. വലിയ സന്തോഷമായി. ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു, നല്ല സന്തോഷം. അച്ഛൻ കോവിഡ്-19 മരിച്ചത്. കോവിഡ് അതല്ലാതെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അമ്മയെ വിളിച്ച് പറഞ്ഞോ സന്തോഷം? അമ്മയെ വിളിച്ച് പറഞ്ഞായിരുന്നു. ഇപ്പൊ വരുമോ ഇങ്ങോട്ട്? ഇല്ല, അമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, അഡ്മിറ്റ് ആണ് അവിടെ. അപ്പൊ അമ്മയെ വിളിച്ച് പറഞ്ഞോ? അമ്മയ്ക്ക് സന്തോഷമായോ? അമ്മ കരഞ്ഞു ഫോൺ വെച്ച്. എന്തായാലും ഒന്നായിരിക്കും. അപ്പം അനുജ, എന്തായാലും നിവേദ്യ 10A+ മേടിച്ചു. പക്ഷെ 2 വർഷം മുമ്പ് നിവേദിയുടെ അച്ഛൻ മരിച്ചുപോയി. പക്ഷെ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു ഒരു വിജയം, ആ വിജയം എന്തായാലും മകളിലൂടെ നേടാനായി. എന്തായാലും ഈ ബാക്കി കുട്ടികൾക്കൊക്കെ, ഓരോ കുട്ടികൾക്കും ഇതേപോലെ ഓരോരോ കഥകൾ പറയാനുണ്ടാവും. അവരെല്ലാം വലിയ വിജയം നേടി ആ ഒരു ആഹ്ലാദം ഇപ്പോൾ സുഹൃത്തുക്കൾക്കൊപ്പം, രക്ഷിതാക്കൾക്കൊപ്പം, അധ്യാപകർക്കൊപ്പം ഒക്കെ പങ്കുവെക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ കോട്ടൺ ഹിൽ സ്കൂളിൽ. ആ ഒരു ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തെ SSLC പരീക്ഷയിൽ 99.69 വിജയ ശതമാനം. 71,831 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. കഴിഞ്ഞ വർഷത്തേക്കാൾ വിജയ ശതമാനത്തിൽ നേരിയ കുറവുണ്ട് എങ്കിൽ പോലും മികച്ച വിജയമായി തന്നെയാണ് ഇതിനെയും വിലയിരുത്തുന്നത്. ഏറ്റവും കൂടുതൽ വിജയ ശതമാനം കോട്ടയം ജില്ലയിൽ, തിരുവനന്തപുരത്ത് ഏറ്റവും കുറഞ്ഞ വിജയ ശതമാനം, മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ A+ നേടിയെന്ന പ്രത്യേകതയുമുണ്ട്. കോട്ടയം ജില്ലയിൽ പാലാ വിദ്യാഭ്യാസ ജില്ല 100% വിജയം നേടിയിരിക്കുന്നു. ഇനി സർക്കാർ സ്കൂളുകൾക്ക് 100 മേനി വിജയം നേടിയത് 892 സ്കൂളുകളാണ് എന്നുള്ളതാണ്. ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് വിവിധ വെബ്സൈറ്റുകളിലൂടെ അവരുടെ പരീക്ഷാഫലം അറിയാൻ കഴിയുന്നുണ്ട്.